തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ വിധി ഉടൻ ഉണ്ടാകും. ഷാരോണിനെ കഷായത്തിൽ വിഷം ചേർത്ത് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പനിമിഷങ്ങൾക്കകം വിധി പറയുക. ഗ്രീഷ്മ ചെയ്തത് കൊടും ക്രൂരതയെന്നും പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാരോണിന്റെ മാതാപിതാക്കൾ 24-നോട്. എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റണില്ല. എന്റെ മോനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റണില്ല. എന്റെ പൊന്നു മോനെ അത്രയും സ്നേഹത്തിന് ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയതാണ്. ഞങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് അവൻ. മൂന്നും കൂടെ ചേർന്ന് ഒരു പിണ്ടാപ്രാണിയായ എന്റെ പൊന്നുമോൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ പൊന്നുമോനെ കൊന്നു കളഞ്ഞില്ലേ. അവർക്ക് ഉറപ്പായിട്ടും പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരമാവധി ശിക്ഷ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത്. ഇത് തെളിയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് തെളിയിക്കും, അത് ശിക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 3 പേരെയും ശിക്ഷിക്കുമെന്നുള്ളതാണ്. മാനസികമായും ശാരീരികമായും തകർന്നു. ഞങ്ങളുടെ കുടുംബം മൊത്തം തീർന്നു. ഞങ്ങളിനി എന്തിന് ജീവിക്കണം എന്നാണ്. സ്നേഹിച്ച് കൊതിരും മുമ്പേ ഒരു കാമുകി കഷായത്തിൽ വിഷം കലർത്തി തങ്ങളുടെ മകനെ കൊലപ്പെടുത്തി എന്നുള്ള ദുഃഖം ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. കാരണം ഒരു പെറ്റമ്മയുടെ കണ്ണുനീരാണ് കണ്ടത്. അതുപോലെ അച്ഛൻ ഓർക്കും തോറും ഈ മകൻ്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയില്ല. അതിഭീകരമായി അത് മകനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഷവീദ് റാവുത്തർ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഷവീദ്, ഇതുപോലുള്ള അമ്മമാർ കേരളത്തിൽ ഒരുപാടുണ്ട്. മക്കളെ കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോയ അമ്മമാർ. അതിലൊരു അമ്മയായിട്ട് ഷാരോൻ്റെ അമ്മ മാറുന്നു. പറയൂ വിവരങ്ങൾ. സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കേസ് സംഭവം നടന്നതിന് ശേഷം ആ വീട്ടിൽ പോയിട്ട് ഒരിക്കൽ പോലും ആ അമ്മ കരയാത്തൊരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ആ വീടിൻ്റെ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ പരമദയനീയവുമാണ്. കാരണം അച്ഛന് സ്ട്രോക്ക് വന്നു, ആ കുടുംബത്തിൻ്റെ താളം തെറ്റി. അനിയൻ കുറെ കാലം ജോലിയില്ലാതിരുന്നതിന് ശേഷം വീണ്ടും ജോലിക്ക് പ്രവേശിച്ചിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ആ കുടുംബത്തിൻ്റെ താളം മുഴുവൻ തെറ്റിയ അവസ്ഥ. അതിന്ന് നമ്മൾ ഈ മൈക്ക് കൊടുക്കാതെ അവരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ വലിയ വിഷമത്തിലടക്കം അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ സാഹചര്യത്തിൽ ഇന്നത്തെ വിധി ആ കുടുംബത്തെ സംബന്ധിച്ച് തൻ്റെ മകനെ കൊലപ്പെടുത്തിയ ആൾക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നുള്ളത് അവരുടെ ന്യായമായ ആവശ്യമാണ്. അതിന് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അവർ നടത്തി വരികയാണ്. നമുക്കറിയാം, വലിയ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇത്. കാരണം 2022 സംഭവിച്ച 2022 ഒക്ടോബർ മാസം 15-ാം തീയതി 14-നും 15-നും നടന്ന ഈ സംഭവം, അതിനുശേഷം ഇത്ര വർഷങ്ങൾ പിന്നിട്ട് ഈ കേസിലൊരു വിധി വരുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള ഒരു നിരീക്ഷണം അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വിനീത് കുമാർ, അദ്ദേഹം ഓരോ തവണയും ഈ വിചാരണയുടെ ഘട്ടത്തിലടക്കം നിരത്തിയിട്ടുള്ള തെളിവുകൾ, അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് ഷാരോണിനെ കൊലപ്പെടുത്തിയതാണ് ഗ്രീഷ്മ എന്ന് തെളിയിക്കാൻ കോടതിയിൽ പ്രോസിക്യൂഷൻ നിരത്തിയ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് ഷാരോണിൻ്റെ മരണമൊഴിയാണ്. അച്ഛന് മുൻപിൽ നൽകിയ മരണമൊഴിയാണ്. 2 പോലീസ് കസ്റ്റഡിയിൽ വെച്ച ഗ്രീഷ്മ അവർ ആത്മഹത്യക്ക് ശ്രമിച്ച അവരുടെ മരണമൊഴി, 3 ഡിജിറ്റൽ തെളിവുകൾ, 4-മത്തേതാകട്ടെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് സംഭവത്തിന് ദൃക്സാക്ഷിയല്ല, ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാരോണിൻ്റെ അവസ്ഥ അത് വിവരിച്ചിട്ടുള്ള ഷാരോണിൻ്റെ സുഹൃത്തും ബന്ധുവും കൂടിയായിട്ടുള്ള ആളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ കേസിൽ നിർണായകമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി എങ്ങനെ റിസീവ് ചെയ്യും, എന്ത് ശിക്ഷയായിരിക്കും ഗ്രീഷ്മയ്ക്ക് കോടതി ഉറപ്പാക്കുക, കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക നിരീക്ഷണം ഈ കേസിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം നിർണായകമാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ 11 മണിക്കാണ് കേസ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും, പ്രതിഭാഗം വക്കീലെത്തും, കൂടാതെ ഗ്രീഷ്മ എത്തും. അതിനുശേഷം വിധി പറയുന്ന നടപടികളിലേക്ക് കോടതി കടക്കും എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വളരെ വേഗം പരിശോധിക്കുകയാണെങ്കിൽ 2021 വർഷമാണ് ഈ ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അവർ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദം ഉണ്ടായത് ഈ സംസ്ഥാന അതിർത്തിക്കപ്പുറം, ഇത് നെയ്യാറ്റിങ്കരയാണ്, തൊട്ടപ്പുറത്ത് പാറശാല, അതിനപ്പുറത്തേക്ക് തമിഴ്നാടാണ്. അവിടെ ഒരു കോളേജിലായിരുന്നു ഇവർ രണ്ടുപേരും പഠിച്ചിരുന്നത്. അപ്പോൾ ആ യാത്രയിലടക്കം അവർ പരിചയപ്പെടുന്നു. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. 2022 മാർച്ച് 4-ാം തീയതി ഗ്രീഷ്മയും സൈനിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുന്നു. അതോടുകൂടി ഗ്രീഷ്മ ഷാരോണിനോട് തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചു. പക്ഷേ ഗ്രീഷ്മ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഷാരോൺ ഉണ്ടായിരുന്നത്. അങ്ങനെ 2022 ഓഗസ്റ്റ് 22 ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ട്രയൽ റൺ, അത് ജ്യൂസ് ചലഞ്ച്, കേരളം
കേട്ടുകേൾവിയില്ലാത്ത ജ്യൂസ് ചലഞ്ച് നടക്കുന്നു. 2 ജ്യൂസുകൾ വാങ്ങി ഈ കാമുകന്മാർ അവർ കുടിച്ച് പരീക്ഷിക്കുന്നതായിരുന്നു ആ ചലഞ്ച്. പക്ഷേ ആ ചലഞ്ചിൽ ഈ ചില കൈപ്പടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഷാരോൺ അത് പൂർണ്ണമായും കുടിച്ചില്ല. പക്ഷേ അപ്പോഴും അന്നും ഷാരോൺ ഛർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ കോടതിക്ക് മുൻപിൽ മൊഴി നൽകിയിട്ടുണ്ട്. 2022 ഒക്ടോബർ 14 അതാണ് ഈ മർഡർ എക്സിക്യൂട്ട് ചെയ്ത ദിവസം എന്നുള്ളതാണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ വാദം. ഗ്രീഷ്മയുടെ മാസ്റ്റർ പ്ലാൻ തന്ന ദിവസം കഷായ ചലഞ്ചിനായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി കഷായം കുടിപ്പിക്കുന്നു. 2022 ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഷാരോൺ മരിച്ചു. അതായത് ഈ കഷായം കുടിച്ചതിന് ശേഷം, കഷായ ചലഞ്ച് നടന്നതിന് ശേഷം 10 ദിവസം ഷാരോൺ ദേഹാസ്വാസ്ഥ്യവും കടുത്ത ആരോഗ്യ പ്രശ്നവുമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപ്പോഴൊക്കെ ഷാരോൺ ഏതെങ്കിലും തരത്തിൽ മരണമൊഴിയിലടക്കം ഗ്രീഷ്മയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങൾ നടത്തിയില്ല. പകരം ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ചൊരു കഷായം കുടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ള കാര്യം അത് മരണമൊഴിയെ അച്ഛനോട് സംസാരിക്കുമ്പോഴടക്കം, പിതാവിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഷാരോൺ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഷാരോണും ഈ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ നടത്തിയ ചില ഓഡിയോ സംഭാഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കേസിൽ വളരെ നിർണായകമായി വഴിത്തിരിവായി മാറിയത്. ഡിജിറ്റൽ അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇതേ കോടതിക്ക് മുന്നിൽ നമ്മുടെ പ്രതിനിധി സജോ ദേവസ്യ കൂടിയുണ്ട്. അല്പസമയത്തിനകം അഡ്വക്കേറ്റ് VS വിനീത് കുമാറായിരുന്നു പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകൻ. ഈ കേസിൽ പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. മാത്രമല്ല കുടുംബത്തിനും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ച് വധശിക്ഷ വിധിക്കാൻ കോടതിക്ക് കഴിയൂ. അങ്ങനെ റയറസ്റ്റ് ഓഫ് ദ റയർ കേസിൽ പെടുന്നതാണ് ഈ ഷാരോൺ വധക്കേസ് എന്ന് തെളിയിക്കപ്പെടണം. അതിനുള്ള തെളിവുകൾ നിരത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സജോ, പറയൂ വിശദാംശങ്ങൾ. SKN ഈ കേസ് അപൂർവ സ്വഭാവമുള്ളതാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അന്വേഷണ സംഘവും പ്രോസിക്യൂഷൻ അഭിഭാഷകനുമൊക്കെ സമാനമായ ആത്മവിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ കാമുകന് കഷായത്തിൽ വിഷം കലർത്തി നൽകി ആസൂത്രിതമായി കൊലപ്പെടുത്തി എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിന് സഹായകരമായ തെളിവുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷിമൊഴികൾ, മറ്റൊന്ന് ഡിജിറ്റൽ രേഖകൾ, അങ്ങനെ പരമാവധി തെളിവുകൾ നേരത്തെ ഈ കലർത്തിയ കീടനാശിനി ഏതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി, അതിൻ്റെ ബോട്ടിലടക്കം കണ്ടെത്തി അവയുൾപ്പെടെ 55ഓളം തൊണ്ടി മുതലുണ്ട്, 175ഓളം രേഖകളുണ്ട്, അങ്ങനെ 142ഓളം സാക്ഷികളുണ്ട്. അങ്ങനെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രോസിക്യൂഷന് ഇതിനകം കോടതിയിൽ തികഞ്ഞ ആത്മവിശ്വാസം നൽകും വിധം കേസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരേ ഒരു ന്യൂനത അല്ലെങ്കിൽ ഒരേ ഒരു പഴുത് സാധ്യത എന്ന നിലയ്ക്ക് നേരത്തെ നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പ്രതി ഈ വിഷം ഇതിൽ കലർത്തിയിരുന്നു, കീടനാശിനി കഷായത്തിൽ കലർത്തിയിരുന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നത് പ്രതിഭാഗത്തിൻ്റെ ഒരു വാദമായി അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. അതായത് അതിന് ആരും സാക്ഷികളില്ല. ആ സമയത്ത് ഇത് നൽകുമ്പോൾ ഷാരോൺ രാജും ഗ്രീഷ്മയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ചികിത്സയിൽ കഴിയവേ, ഷാരോൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വേളയിൽ നൽകിയ മൊഴിയിൽ പരിപൂർണമായും ഗ്രീഷ്മയെ തള്ളിക്കളഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ചതി ആദ്യഘട്ടത്തിലൊന്നും ഈ യുവാവ് പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും വളരെ ചെറുപ്പക്കാരാണ്, കുറഞ്ഞ പ്രായം മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുറ്റവാളി കൂടിയാണ് ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അങ്ങനെ ആദ്യഘട്ടത്തിലൊന്നും അവിശ്വസിച്ചിരുന്നില്ല, ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുകൂടി കാണണം. അങ്ങനെ ഒരു ചതിക്ക് ആ യുവാവ് ഇരയായിയാണ് കൊല്ലപ്പെട്ടത് എന്നതുകൂടി കാണണം. ആ ഘട്ടത്തിലൊക്കെയും നൽകിയിരുന്നത് ഇത് കുടിച്ചു എന്നതല്ലാതെ ഇത് കൊടുത്തിരുന്നു, പക്ഷെ അതിൽ വിഷത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്ന നിലയ്ക്ക് വാദിക്കുകയും ആ പോയിന്റിൽ കേന്ദ്രീകരിക്കാനുമാണ് പലപ്പോഴും പ്രതിഭാഗം ശ്രമിച്ചത്. ആ ഒരു ന്യൂനത അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും സുഹൃത്തിന്റെ സാക്ഷിമൊഴിയുണ്ട്. ഒപ്പം കുടുംബത്തോട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ ഷാരോൺ പിന്നീട് പറഞ്ഞ അവസാനം ഈ ചതി തിരിച്ചറിഞ്ഞ് അവസാന ഘട്ടത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാകവേ പറഞ്ഞ പിതാവിന്റെ അടക്കം മൊഴിയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ എല്ലാം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. അങ്ങേയറ്റം ഈ കേസിന്റെ ഒരു സ്വഭാവം, വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളായിരുന്നു അവർ, പിന്നീട് അവർ പ്രണയത്തിലാകുന്നു. അങ്ങനെ ഒരു വിവാഹത്തിനു വേണ്ടിയും ഈ യുവാവിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്രൂരമായ കുറ്റകൃത്യം ചെയ്തത്. അത് സംശയാതീതമായി തെളിയിക്കപ്പെടും എന്ന ആത്മവിശ്വാസമാണ്. ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 11 മണിക്കാണ്. 11 മണിക്ക് ആദ്യ കേസായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം വൈകാതെ തന്നെ നമുക്ക് അതിൽ ഈ കുറ്റവാളിയാണോ എന്ന് കണ്ടെത്തുന്ന കാര്യത്തിലുള്ള വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. SK.